പരശുരാമൻ മഹാവിഷ്ണുവിന്റെ ആറാമത്തേതും ഉഗ്രപ്രതാപത്തോടു കൂടിയതുമായ മനുഷ്യാവതാരമാണ് പരശുരാമൻ. ദുഷ്ടന്മാരായ ക്ഷത്രിയ രാജാക്കന്മാരെ കൊണ്ടുണ്ടായ സങ്കടം സഹിക്കവയ്യാതായപ്പോൾ ഭൂമിദേവി ബ്രഹ്മാവിന്റെ അടുക്കൽ അഭയം തേടി. ബ്രഹ്മാവ് ഭൂമിദേവിയെയും കൂട്ടിക്കൊണ്ട് മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് സങ്കടം ബോധിപ്പിച്ചു. മഹാവിഷ്ണു താൻ ജമദഗ്നിപുത്രനായി ജനിച്ച് ഭൂഭാരം തീർത്തുകൊള്ളാമെന്ന് ബ്രഹ്മാവിനും ഭൂമിദേവിക്കും ഉറപ്പുകൊടുത്തു. അതനുസരിച്ച് ജമദഗ്നി മഹർഷിയുടെ ഭാര്യയായ രേണുകാദേവി ഗർഭം ധരിക്കുകയും അഭിരാമമായ രൂപഭംഗിയോടുകൂടിയ പരശുരാമനെ പ്രസവിക്കുകയും ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ രാമൻ മഹാദേവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വരങ്ങളും ദിവ്യായുധങ്ങളും കരസ്ഥമാക്കി. രാമന് മഹാദേവൻ സമ്മാനിച്ച ദിവ്യായുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പരശു അഥവാ വെൺമഴു. പരശു കരഗതമായ ദിവസം മുതൽ രാമൻ പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഭൃഗുമഹർഷിയുടെ വംശപരമ്പരയിൽപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഭാർഗവരാമൻ എന്നൊരു പേരുകൂടിയുണ്ട്. ഒരു ദിവസം ജമദഗ്നി മഹർഷി ആശ്രമത്തിലില്ലാത്ത സമയത്ത് രേണുകാദേവി ജലമെടുക്കുന്നതിനു വേണ്ടി നർമ്മദാ നദിക്കരയിലേക്ക് പോയി. അവിടെ ആ സമയത്ത് ചിത്രരഥൻ എന്ന ഗന്ധർവൻ തന്റെ ഭാമിനിമാരോടൊന്നിച്ച് ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ട് രേണുകാദേവി അല്പസമയം നിന്നുപോയി. ദേവി ജലകുംഭവുമായി ആശ്രമത്തിലെത്തിയപ്പോഴേക്കും മഹർഷി തിരിച്ചെത്തിക്കഴിഞ്ഞിരുന്നു. ആശ്രമത്തിൽ ഭാര്യയെ കാണാഞ്ഞ് കോപാകുലനായിരിക്കുന്ന മഹർഷിയോട് രേണുക വൈകുവാനുണ്ടായ കാരണം പറഞ്ഞു. ഇത് മുനിയുടെ ക്രോധം ആളിക്കത്തിച്ചു. മഹർഷി തന്റെ പുത്രന്മാരെ വിളിച്ച് അമ്മയെ വധിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യത്തെ 3 പുത്രന്മാരും പിൻവാങ്ങിയ അവസരത്തിൽ പരശുരാമൻ ആ കൊടിയ പാതകം ചെയ്യാൻ തയ്യാറായി. അദ്ദേഹം സംവിച്ഛേദനാസ്ത്രം കൊണ്ട് അമ്മയെ വധിച്ചു. ഇത്രയും ദുഷ്കരമായ കർമ്മം ചെയ്തതിന് എന്തു വരമാണ് വേണ്ടതെന്ന് മഹർഷി ചോദിച്ചപ്പോൾ അമ്മയുടെ ജീവൻ തിരിച്ചു നൽകണമെന്ന് പരശുരാമൻ ആവശ്യപ്പെട്ടു. ജമദഗ്നി തന്റെ തപശക്തിയാൽ രേണുകയെ ജീവിപ്പിച്ചു. ഒരിക്കൽ ഹേഹേയ രാജാവായ കാർത്തവീര്യാർജുനൻ ജമദഗ്നി മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു. മഹർഷി രാജാവിനെ വിധിയാവണ്ണം സത്കരിച്ചു. വിവിധങ്ങളായ വിശിഷ്ട ഭോജ്യങ്ങൾ രാജാവിനും പരിവാരങ്ങൾക്കും കാഴ്ചവെക്കാനായത് ദേവസുരഭിയായ സുശീല എന്ന പശുവിന്റെ അനുഗ്രഹത്താലാണെന്ന് മനസ്സിലാക്കിയ കാർത്തവീര്യാർജുനൻ മഹർഷിയോട് ആ ദിവ്യ പശുവിനെ ആവശ്യപ്പെട്ടു. എന്നാൽ സുശീലയെ നൽകാൻ ജമദഗ്നി തയ്യാറായില്ല. കാർത്തവീര്യാർജുനന്റെ കിങ്കരന്മാർ മഹർഷിയെ വധിച്ച് പശുവുമായി കൊട്ടാരത്തിലേക്ക് പോയി. ഭർത്താവിന്റെ മൃതശരീരം കണ്ട് രേണുക വാവിട്ടുകരഞ്ഞു. പൂജാപുഷ്പങ്ങൾ ശേഖരിക്കുവാൻ പോയിരുന്ന രാമൻ അമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തി. മകനെ കണ്ട ആ സതീരത്നം 21 തവണ മാറത്തലച്ച് നിലവിളിച്ചു. ഈ കാഴ്ച കണ്ട പരശുരാമൻ താൻ 21 വട്ടം ക്ഷത്രിയരെ കൊന്നൊടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ആ സമയത്ത് ശുക്രമഹർഷി പ്രത്യക്ഷപ്പെട്ട് മൃതസഞ്ജീവനി വിദ്യയാൽ ജമദഗ്നിക്ക് പ്രാണൻ തിരികെ നൽകി. പരശുരാമൻ കാർത്തവീര്യാർജുനന്റെ തലസ്ഥാനമായ മാഹിഷ്മതി നഗരത്തിൽ ചെന്ന് ഘോരമായ യുദ്ധം നടത്തി കാർത്തവീര്യാർജുനനെയും അദ്ദേഹത്തിന്റെ അനേകം പുത്രന്മാരെയും വധിച്ച ശേഷം ദേവസുരഭിയെയും കിടാവിനെയും തിരികെ കൊണ്ടുവന്നു. കാർത്തവീര്യാർജുനനെ കൊല ചെയ്തതിലുള്ള പാപപരിഹാരാർത്ഥം രാമൻ മഹേന്ദ്രഗിരിയിൽ പോയി തപസ്സാരംഭിച്ചു. രാമൻ ആശ്രമത്തിലില്ല എന്ന് മനസ്സിലാക്കിയ കാർത്തവീര്യാർജുനന്റെ പുത്രനായ ശൂരസേനൻ ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ വധിച്ചു. ശുക്രാചാര്യർ വന്ന് മൃതസഞ്ജീവനി വിദ്യ പ്രയോഗിച്ച് ജീവിപ്പിക്കരുത് എന്ന് കരുതി ശൂരസേനൻ മഹർഷിയുടെ ശിരസും വെട്ടിയെടുത്താണ് പോയത്. ശിരസറ്റു കിടക്കുന്ന ഭർത്താവിന്റെ കബന്ധം കണ്ട് രേണുകാദേവി തൽക്ഷണം മൃതിയടഞ്ഞു. തന്റെ പിതാവിന്റെ ഘാതകരോടും അവർ ഉൾപ്പെട്ട ക്ഷത്രിയ വംശത്തോടും ആകെ പരശുരാമന് പകയായി. അമ്മയോട് പണ്ട് ശപഥം ചെയ്തതുപോലെ ക്ഷത്രിയ നിഗ്രഹം ചെയ്ത് അവരുടെ രക്തം കൊണ്ട് പിതൃതർപ്പണം ചെയ്യാൻ അദ്ദേഹം ഉറച്ചു. 21 വട്ടം പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം നടത്തി. 21ാമത്തെ പ്രാവശ്യം രാമൻ ശേഷിച്ച രാജാക്കന്മാരെയെല്ലാം പിടിച്ചുകെട്ടി കുരുക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. 5 കയങ്ങൾ നിർമ്മിച്ച് ഈ രാജാക്കന്മാരുടെ എല്ലാം രക്തം അതിൽ നിറച്ചു. ആ രക്തക്കയങ്ങളിൽ രാമൻ പിതൃതർപ്പണം നടത്തി. ഇതിൽ സന്തുഷ്ടരായ ഋജീകൻ തുടങ്ങിയ പൂർവ്വപിതാക്കൾ പ്രത്യക്ഷപ്പെട്ട്
വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളുവാൻ പരശുരാമനോട് പറഞ്ഞു. താൻ ക്ഷത്രിയഹത്യ നടത്തിയതുമൂലമുള്ള പാപം പരിഹരിക്കുകയും 5 രക്തകയങ്ങൾ 5 തീർത്ഥങ്ങളായി പരിണമിക്കുകയും വേണമെന്ന വരമാണ് പരശുരാമൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പിതൃക്കൾ അനുഗ്രഹിച്ചു. അന്നു മുതൽ സ്യമന്തപഞ്ചകം എന്ന ആ സ്ഥലം പുണ്യഭൂമിയായി തീർന്നു. ക്ഷത്രിയ നിഗ്രഹം എന്ന കൊടിയ പാപത്തിന് പ്രായശ്ചിത്തമായി പരശുരാമൻ തന്റെ സകല സമ്പത്തുകളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ തയ്യാറായി. അതിനുവേണ്ടി സ്യമന്തപഞ്ചകത്തിൽ വലിയൊരു യാഗശാല പണിത് കശ്യപ മഹർഷിയുടെ കാർമ്മികത്വത്തിൽ ഒരു മഹായാഗം നടത്തി. അന്നുവരെ താൻ പിടിച്ചടക്കിയ ഭൂമി മുഴുവൻ രാമൻ കശ്യപന് ദാനം ചെയ്തു. ഭൂമി മുഴുവൻ തന്റെ കൈവശമായപ്പോൾ കശ്യപൻ പരശുരാമനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാമ, ഈ ഭൂമിയെല്ലാം എന്റേതായി കഴിഞ്ഞു. ഇനിയും അങ്ങ് ഇവിടെ വസിക്കുന്നത് ശരിയല്ല. തെക്കേ സമുദ്രത്തിന്റെ തീരത്ത് എവിടെയെങ്കിലും പോയി താമസിച്ചുകൊള്ളൂ. ഇത് കേട്ട പരശുരാമൻ നേരെ തെക്കോട്ട് നടന്നു. തെക്കേ സമുദ്രത്തിന്റെ തീരത്ത് ചെന്ന് സമുദ്രത്തോട് സ്ഥലം യാചിച്ചു. സമുദ്രത്തിലേക്ക് വെൺമഴു എറിയാൻ വരുണൻ നിർദ്ദേശിച്ചു. രാമൻ മഴു എറിഞ്ഞപ്പോൾ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള കടലിറങ്ങി കരയായി മാറി. ആ പുണ്യസ്ഥലവും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം രാമൻ മഹേന്ദ്രപുരിയിൽ പോയി തപസ്സാരംഭിച്ചു.